സോ ഇത്രയധികം വേക്കൻസീസും ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഈ ഒരു പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഓൾ, നിങ്ങളൊരു ഡിപ്ലോമ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്കിതാ ഒരു മികച്ച അവസരം. മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്ന് പറയുന്നത്. ഈ ഒരു മഹാരത്ന സ്റ്റാറ്റസ് ഉള്ള ഈ ഒരു ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇതിൽ ട്രിപ്പിളി പറഞ്ഞിട്ടുണ്ട്, അതായത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ കെമിക്കലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിപ്ലോമ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോസ്റ്റാണ്. അതായത് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾ മാത്രമായിരിക്കണം ഈ വീഡിയോ കാണേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് മാറുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കലിൽ വന്നിരിക്കുന്നത് 130 വേക്കൻസീസ്, കുറഞ്ഞ വേക്കൻസി ഒന്നുമല്ല, നല്ല വേക്കൻസിനാണ് മെക്കാനിക്കൽ വന്നിരിക്കുന്നത്. അതേപോലെ ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലിൽ 65 വേക്കൻസി ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രുമെന്റേഷനിൽ 37 വേക്കൻസി ഉണ്ട്. ജൂനിയർ എക്സിക്യൂട്ടീവ് കെമിക്കൽ 2 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കലും മെക്കാനിക്കലും നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. അതേപോലെ ഇൻസ്ട്രുമെന്റേഷനിലും തരക്കേടില്ലാത്ത വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന പേ സ്കെയിൽ 30,000 to 1,20,000 ആണ് അതിൻ്റെ ഒരു പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ CTC ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 10.58 lakh എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിയർലി നിങ്ങൾക്കൊരു 80,000 എബോവ് എന്തായാലും മന്ത്ലി സാലറി ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15th January ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 14th February ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പോസ്റ്റ് ഒന്നും അല്ല, ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിനാണ്. പക്ഷെ ഒരു കാര്യം, ഡിപ്ലോമ ഹോൾഡേഴ്സ് മാത്രം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്ട്രീമിലുള്ള ആളുകൾക്ക് പറ്റും നോക്കാം. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ മാത്രമാണ്, ഇലക്ട്രിക്കൽ തന്നെ. ഇൻസ്ട്രുമെന്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ അതിന്റെ കോമ്പിനേഷൻസ് വന്നാലും അപ്ലൈ ചെയ്യാം. കെമിക്കൽ ആണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി പോസ്റ്റിലേക്ക് ചെയ്യാം. അതേപോലെ ഇതിൽ മിനിമം മാർക്സ് റിക്വയർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മിനിമം 60% ഓഫ് ദ മാർക്സ് ഫോർ അൺറിസർവ്ഡ് OBC EWS ആൻഡ് 50% ഫോർ SC ST ആൻഡ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്. അപ്പോൾ അതിൽ 60% ആണ് അൺറിസർവ്ഡിലും OBC നോൺ ക്രീമിലെയറിലും EWSലും വരുന്നത്. എന്നാൽ 50% ആണ് SC ST ലും. മിനിമം നിങ്ങളുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റിൽ വേണ്ട മാർക്കിന്റെ പെർസെൻറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ഇതിന്റെ റെമ്യൂണറേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 10.58 lakh ആണ് കേട്ടോ. 10.58 lakh ആണ് ഇതിന്റെ റെമ്യൂണറേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിയർലി ഒരു 80,000 എബോവ് എന്തായാലും നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു ഡിപ്ലോമ ലെവൽ പോസ്റ്റിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ എബോവ് 80,000 എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇനി ഇതിലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് BTech എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ BTech എലിജിബിൾ അല്ലെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ് പൊസസിങ് ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സച്ച് ആസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്, BE, BTech ഓർ AMI ഓർ എനി സച്ച് ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആർ നോട്ട് എലിജിബിൾ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് BTech കഴിഞ്ഞ ആളുകൾ എലിജിബിൾ അല്ല, നിങ്ങൾ ഡിപ്ലോമ ഹോൾഡർ ആണെങ്കിൽ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സച്ച് ആപ്ലിക്കേഷൻ ഷാൽ നോട്ട് ബി കൺസിഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൗഎവർ കാൻഡിഡേറ്റ് മീറ്റിംഗ് മിനിമം ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ, അതായത് ഡിപ്ലോമ ഉണ്ട് and criteria mentioned above and processing further higher qualification are eligible. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നീട് നിങ്ങൾ BTech MTech എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് ലെറ്റ് വൈ ഒക്കെ നിങ്ങൾ BTech ഒക്കെ എടുത്തിട്ടുണ്ടാകുമല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ പോളിടെക്നിക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ലെറ്റ് വൈ നിങ്ങൾ എഞ്ചിനീയറിംഗിന് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡിപ്ലോമ ഇല്ലാതെ BTech മാത്രമുള്ള ആളുകൾ എന്തല്ല, എലിജിബിൾ അല്ല എന്നുള്ളതുമാണ് ഈ പോസ്റ്റിന്റെ പ്രത്യേകത. ഇതിൽ എനിക്ക് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പോസ്റ്റിലേക്ക് BTechകാർ അപ്ലൈ ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഡിപ്ലോമ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഡിപ്ലോമ ഹോൾഡേഴ്സിന് മാത്രമായിട്ടായിരിക്കും ഈ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. വളരെ എക്സ്ക്ലൂസീവായിട്ട് ഡിപ്ലോമ ഹോൾഡേഴ്സിനായിട്ട് നടത്താൻ പോകുന്ന എക്സാം ആണ്. ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോർ സബ്ജക്റ്റും അതേപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും ആയിരിക്കും ഇതിൻ്റെ സിലബസ് ആയിട്ട് വരാൻ പോകുന്നത്. നിങ്ങൾ ഇതിനോടകം തന്നെ പല ഡിപ്ലോമ ലെവൽ എക്സാംസുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ പഠിച്ച അതേ കോർ സബ്ജക്റ്റുകൾ തന്നെയായിരിക്കും ഇതേ എക്സാമിന് വരുന്നത്. ഇൻ അഡീഷൻ അവിടെ എന്തുകൂടി വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് കൂടി വരുന്നുണ്ടെന്ന് മാത്രം.
സോ ഇത്രയധികം വേക്കൻസീസും ഇത്രയധികം ഓപ്പർച്യൂണിറ്റീസും ഉള്ള ഈ ഒരു പോസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സാലറി ആണെങ്കിലും ശരി, അതേപോലെ തന്നെ വേക്കൻസീസ് അതിൻ്റെ നമ്പേഴ്സ് ആണെങ്കിലും ഒക്കെ എന്താണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. ഒരു കാര്യം കൂടിയുണ്ട്, മാക്സിമം ഏജ് പറഞ്ഞിരിക്കുന്നത് 25 ആണ് കേട്ടോ. 25 ആണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഏജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ പറഞ്ഞ ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതിൽ കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരുപാട് വർഷം കഴിഞ്ഞ ആളുകളില്ല. അപ്പം നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാവരുത്. അതായത് ഞാൻ റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇതിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ, കാരണം ഇതിൽ ഒരുപാട് പേര് എലിജിബിൾ അല്ല, ബിടെക്കുകാർ എലിജിബിൾ അല്ല. ഇനി ഡിപ്ലോമ ഉള്ള ആളുകളിൽ തന്നെ 25 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ എലിജിബിൾ അല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അത് ഒരുപാടൊന്നും വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും എന്ത് ചെയ്യുക, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെല്ലാം അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നതിൻ്റെ പാറ്റേണിനെ കുറിച്ചും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14 ഫെബ്രുവരി ആണ്. പക്ഷെ ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, HP-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് HP-യുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് നമ്മൾ എൻട്രി എന്ത് ചെയ്യുകയാണ്, കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ, ജൂനിയർ എക്സിക്യൂട്ടീവ് മെക്കാനിക്കൽ പോസ്റ്റുകളിലേക്ക് എൻട്രിയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളോടൊപ്പം പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, എൻട്രിയുടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഈ എക്സാം ഒന്നും ഒരുപാട് ഡിലേ ഉണ്ടാവില്ല. ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം എക്സാംസുകൾക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റുകളുടെ പ്രത്യേകത അതാണ്. നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ കഴിഞ്ഞാൽ ഒരു ഏപ്രിൽ മെയ് ആകുന്ന സമയത്ത് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും. അത്രയും വേഗത്തിലാണ് പ്രോസസ്സ്. അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രയും സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അവർ നടത്താറുള്ളത്. സോ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ, സിലബസ് കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ HP-യുടെ മാസം 80,000-ന് മുകളിൽ സാലറി ലഭിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഡിപ്ലോമ ഹോൾഡേഴ്സിന് ലഭിക്കുന്ന ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാം. എൻട്രിയോടൊപ്പം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. നന്നായിട്ട് പഠിക്കുക, നല്ല വിജയം കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.